വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് അടുക്കള. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കാബിരി റൈസാണ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റൈസാണ്. മന്തിയും കപ്സയൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു റൈസാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൽ മുസംബി സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത് മുസംബി ജ്യൂസും തോലൊക്കെയാണ്. മുസംബി ജ്യൂസ് ചേർത്താൽ മധുരമാകുമോ കയ്പുണ്ടാകുമോ എന്നൊക്കെ ഡൗട്ടായിട്ട് ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു റൈസാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കാബിരി റൈസ് തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. 1 കിലോ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 ഇടത്തരം സവാള, 1 കിലോ ചിക്കൻ, 1 മുസംബി മതിയിട്ട് 1 കിലോ ചിക്കനിലേക്ക്. പിന്നെ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, മല്ലിയില, പുതിനയില, ഒരു 3 തക്കാളി ഇടത്തരം അരച്ചെടുത്തതാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാഷ്യൂ, റൈസിൻസ്, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പച്ചമുളക് 6 എണ്ണം, മന്തി മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഏലക്ക, പട്ട, ഗ്രാമ്പ്, ഉപ്പ്, വേപ്പില. ഓയിലാണ് ഈ റൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ റൈസിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ നേരം അതിൽ കുതിർന്നിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കബ്സ റൈസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകൾ: വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ അരച്ചെടുത്തത്, പിന്നെ ഇഞ്ചി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചതച്ചതിൽ നിന്ന് 1 ടീസ്പൂൺ എടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മന്തി മസാല 1 ടീസ്പൂൺ. മന്തി മസാല ഇല്ലെങ്കിൽ കബ്സ മസാലയോ അല്ലെങ്കിൽ മറ്റു മസാലയോ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ലൈം ജ്യൂസ് ആവശ്യത്തിന്, ഒരു ടേബിൾ സ്പൂണ് ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. മല്ലിയില കുറച്ച്, പുതിനയില കുറച്ച് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എല്ലാതും കൂടിയിട്ട് മിക്സിയുടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടും ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മസാലയൊക്കെ നല്ല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിരുന്നോട്ടെ. നമുക്കത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കാബിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാന് നന്നായി ചുടന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാള മീഡിയം സൈസ് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ സവാളയാണ്. ഇത് നമുക്ക് തലശ്ശേരി ദം ബിരിയാണിക്ക് ഒക്കെ ബിസ്ത തയ്യാറാക്കി എടുക്കില്ല, അതുപോലെ ആദ്യം ബിസ്ത തയ്യാറാക്കി എടുക്കാം. ഈ കാബിരി റൈസിൽ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് എണ്ണയും നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. 1 kg കാബിരി റൈസ് തയ്യാറാക്കാൻ ഈ 3/4 കപ്പ് എണ്ണയുടെ ആവശ്യമുള്ളൂ. സവാള അധികം ഇങ്ങനെ മൂത്ത് പോകരുത്, അപ്പോൾ കയ്പ്പ് രസം ഉണ്ടാകുള്ളൂ. സവാള നന്നായി മൊരിഞ്ഞ് വന്നാൽ നമുക്കത് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ റൈസിൻസും ചേർത്ത് കൊടുക്കാം. അത് ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ.
അത് വറുത്ത് കോരിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് വെച്ച ഒരു ക്യാരറ്റാണത്. അത് ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. പിന്നെ കാബേരി റൈസിൽ ഒരു പച്ച ചുവപ്പൊക്കെ ഫുഡ് കളറൊക്കെ ചേർത്ത് നല്ലൊരു കളർഫുൾ റൈസാണ് കാബേരി റൈസ്. ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, അത് ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. നമുക്ക് ചുവപ്പ് മഞ്ഞൊക്കെ ക്യാപ്സിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തേക്ക് റൈസ് തയ്യാറാക്കാനുള്ള വെള്ളം വയ്ക്കാം. പാനിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിച്ച് ബാക്കി എണ്ണയിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് 2 സവാള വഴറ്റാൻ വെക്കാം. നന്നായി വഴലണം. സവാള നന്നായി വഴലണം. റൈസ് വേകാനുള്ള വെള്ളത്തിലേക്ക് 2 കഷ്ണം പട്ട, ഗ്രാമ്പു 4, ഏലക്ക 4 ഇവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ പോലെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് വഴറ്റി കൊടുക്കാം. അത് നല്ല ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഓയിൽ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചതച്ച് വെച്ച പച്ചമുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴന്ന് വന്നോട്ടെ. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി, മീഡിയം സൈസ് തക്കാളി ജ്യൂസാക്കി എടുത്തതാണിത്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് കഷ്ണമായിട്ടും ചേർത്ത് കൊടുക്കട്ടെ. ഞാനിത് മിക്സിയിൽ അരച്ചെടുത്തതാണ്, അതാണ് ചേർത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ. വെള്ളമൊക്കെ വറ്റി നന്നായി വഴന്ന് വരട്ടെ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. റൈസിലുള്ള വെള്ളത്തിലേക്ക് ഉള്ളി പൊരിച്ചതിൽ ബാക്കിയുള്ള എണ്ണയില്ല, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മുന്തി നിൽക്കണം, അല്ലെങ്കിൽ റൈസിൽ ഉപ്പുണ്ടാകില്ല. ഇതൊരു മുസമ്പിയുടെ തോല് മുറിച്ചെടുത്തതാണ്. ഒരു ഫുൾ മുസമ്പിയുടെ തോല് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അരി ചേർക്കാം. അരമണിക്കൂർ കുതിർത്ത് വാർത്ത് വെച്ച അരിയാണിത്. കബ്സ റൈസും ഉപയോഗിക്കാം കേട്ടോ. അതാണെങ്കിൽ 1 മണിക്കൂർ കുതിരാൻ വെക്കേണ്ടി വരും. ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കത് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വഴറ്റിയിട്ട് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മന്തി മസാല 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇവ ചേർത്ത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മന്തി മസാലയ്ക്ക് പകരം കബ്സ മസാല, മജ്ബൂസ് മസാല, ഇതിൽ ഏത് അറബിക് സ്പൈസസും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ ചിക്കൻ ക്യൂബ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ ക്യൂബ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അത് അത്ര നല്ലതൊന്നുമല്ലല്ലോ, അത് കാരണം ഞാൻ ഉപയോഗിക്കാറില്ല. ബിരിയാണി ഇല്ലാത്ത എല്ലാ അറബിക് റൈസിനും ചിക്കൻ ക്യൂബൊക്കെ ചേർക്കുമല്ലോ. ഈ
മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ആ മസാലയിൽ ചേർത്തിട്ടാണ് ഈ ചിക്കനിലേക്ക് പിടിക്കാനൊക്കെ ഉള്ള ഒരു ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നീ നോക്കിയിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ബീഫും മട്ടനും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുക്കറിലൊന്ന് ബിരിയാണിക്കൊക്കെ വേവിക്കുന്ന രീതിയിൽ ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം ബീഫ് മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കും. നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തിട്ട് നമുക്കതൊരു മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേകാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു റൈസ് മറ്റൊന്നിൻ്റെ മേലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. 90% വെന്താൽ മതി. ദമ്മ് ചെയ്യാനുള്ളതല്ലേ, ദമ്മിൽ അധികം നേരം വെക്കുന്നില്ല. അരി വെന്ത് കുഴയാനും പാടില്ല. ഇനി അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് ഈ റൈസ് ഊറ്റിയെടുക്കാം. ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന പോലെ അത്ര ആ ഒരു വേവ് മതി. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ഹാഫ് കൈപ്പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇത് നമ്മുടെ സ്പെഷ്യൽ ചേരുവയായ മുസംബി ജ്യൂസ് ചേർത്തെടുക്കാം. ഒരു മുസംബിയുടെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ നീരാണ് ഇതിൽ ചേർക്കുന്നത്. ചേർക്കുന്ന സമയത്ത് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ആദ്യം പിഴിഞ്ഞ് വെക്കരുത്, ചിലപ്പോൾ കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പിസ്ത ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. നന്നായി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഒന്നുണ്ടോ മാറ്റിയെടുക്കുക. ചിക്കന് ബിരിയാണിക്കൊക്കെ വേവുന്ന അത്ര രീതിയിൽ വെന്താൽ മതി ദമ്മ് ചെയ്യാനുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. ഈ മുസംബി ജ്യൂസും പിസ്തയും നെയ്യും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഈ കാബിരി മസാലയ്ക്ക്. അപ്പോൾ നമ്മുടെ കാബിരി മസാല തയ്യാറായി കഴിഞ്ഞു. കാണാൻ നല്ലൊരു വെറൈറ്റിയാണ്, സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. മന്തിയും കബ്സൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ദമ്മ് ചെയ്തെടുക്കണം കേട്ടോ. ചോറൊക്കെ നല്ല നന്നായി വന്നിട്ടുണ്ട്. ചൂടാറാൻ പാടില്ല. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ദമ്മ് ചെയ്തെടുക്കണം. ചോറൊക്കെ നല്ല നന്നായി വന്നിട്ട് അതിൽ നിന്ന് ഈ മുസംബിയുടെ തോല് കാണിക്കുക, അത് ഒഴിവാക്കി കൊടുക്കണം. ഇനി മസാലയുടെ മേലെ നമുക്ക് ചോറിങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മ് ഇടുന്നില്ല, അതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. നല്ല എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കുക. കാണാൻ നല്ല വെറൈറ്റിയാണ്, സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. ഈ മന്തിയും കബ്സൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ല, അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി മുസംബി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു ഹാഫ് പോർഷൻ ചിക്കനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഒരു മുസംബിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഈ ദമ്മ് ചെയ്യുമ്പോൾ അതിലിട്ട് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മന്തി മസാല, പിന്നെ എല്ലാം കുറേശ്ശെ ഒക്കെ ഇട്ട് കൊടുത്താൽ, വളരെ കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാതും അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി.
ഇനി വറുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ വറുത്ത് വെച്ചിട്ടില്ല, കാഷ്യും റൈസിൻസും അതുപോലെ സവാള വറുത്തതും ഒക്കെ അങ്ങനെ കുറേശ്ശെ. കുറച്ച് മല്ലിയില, പുതിനയില. ഇനി അടുത്ത സെറ്റ് ചോറിട്ട് കൊടുക്കാം. ഇനി അതുപോലെ കുറേശ്ശെ എല്ലാതും ചേർക്കാം. അങ്ങനെ എല്ലാതും ചേർത്ത് ബാക്കി മുസംബി ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഈ വറുത്ത് വെച്ചിട്ടുള്ളതും ചേർത്ത് ഇനി ബാക്കി ചോറും അതുപോലെ ചേർക്കാം. നമ്മൾ സവാള വഴറ്റിയതിൽ ഇനി ബാക്കി ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ഇങ്ങനെ ദം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മല്ലിയില, പുതിയില, ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന ഇത് എല്ലാതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങനെ ചോറ് ഊറ്റിയെടുക്കാതെ അങ്ങനെ വറ്റിച്ച് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ വറ്റിച്ചിട്ട് ഇങ്ങനെ ദം ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. മുസംബി ഇതൊക്കെ ആകുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നല്ല ഒരു ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അധികം മസാലകളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും നമ്മൾ ഈ കബ്സയും മന്തിയൊക്കെ ചെയ്ത് നോക്കാറുള്ളതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ മസാല ആണെങ്കിൽ താഴെയാണ്, ചോറൊക്കെ ഒരു കളർഫുൾ റൈസുമാണ്. അപ്പോൾ ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മേലെ ചോറ് വെച്ചിട്ട് നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായി മൂടി വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം ചെറുതീയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് സെർവ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയറും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് അറിയിക്കണം എല്ലാവരും. നല്ല രസമില്ലേ കാണാൻ? ഇപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ പല കളറ് ആണ് ഇതിൽ ഉള്ളത്, ക്യാരറ്റിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും അങ്ങനെ എല്ലാതും കൂടി ആകുമ്പോൾ നല്ലൊരു ചോറൊക്കെ നല്ല ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട് റൈസൊക്കെ. പിന്നെ ഈ റൈസ് മസാല സെപ്പറേറ്റ് ആണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ റൈസ് ആദ്യം നന്നായിട്ട് ഇളക്കി അത് എടുത്തതിന് ശേഷം അതിന് മസാലയും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. മസാല റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മസാലയും റൈസും കൂടി യോജിപ്പിക്കരുത്. കഴിക്കുന്ന സമയത്ത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇതിൽ നമ്മൾ സ്പെഷ്യലായി ചേർക്കുന്നത് മുസംബി ജ്യൂസും പോലാണല്ലോ. അപ്പോൾ മുസംബി ജ്യൂസ് ചേർത്താൽ മധുരം ഉണ്ടാകുമോ കയ്പുണ്ടാകുമോ എന്നൊക്കെ ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകും. അതൊന്നും ഉണ്ടാകില്ല. കറക്റ്റ് അളവിൽ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. ജ്യൂസ് ചേർക്കുന്ന സമയത്ത് എടുത്താൽ മതി, കൂടുതൽ ചേർക്കും ചെയ്യരുത് കേട്ടോ. റൈസിൻ്റെയും ചിക്കൻ്റെയും അളവിനനുസരിച്ച് ജ്യൂസിൽ മാറ്റം വരുത്താം.